തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കി. റഡാറിലെ തകരാറിനെ തുടർന്നാണ് വിമാനം തിരിച്ചുവിട്ടത്. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, കെ രാധാകൃഷ്ണൻ തുടങ്ങി കേരളത്തിലെ എംപിമാരും വിമാനത്തിലുണ്ട്. ബി ബാലഗോപാൽ, അമൽ തേനംപറമ്പിൽ എന്നിവരെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ആദ്യം ബാലുവിലേക്കാണ്. ബാലു, എന്താണ് സംഭവിച്ചത്? റഡാറിലെ തകരാറ് മൂലമാണ് വിമാനം തിരിച്ചിറക്കിയതെന്ന് പറയുന്നു. എന്ത് സംഭവിച്ചു? യാത്രികരൊക്കെ സുരക്ഷിതരാണോ? സന്ധ്യ, ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം ഈ യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നതാണ്. ഈ എയർ ഇന്ത്യയുടെ 2455 വിമാനമാണ്, A2455 വിമാനമാണ് ഇപ്പോൾ ചെന്നൈയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ വിമാനം നമുക്ക് കേന്ദ്ര സിവിൽ വ്യോമയാന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് വൈകിട്ട് 7:15 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഏതാണ്ട് അരമണിക്കൂർ വൈകി 7:55 ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. തുടർന്ന് ഈ വിമാനം ചെന്നൈക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിമാനത്തിനുള്ളിൽ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടായി എന്ന പ്രാഥമികമായ വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഈ വിമാനത്തിൽ നൽകിയിരുന്ന അനൗൺസ്മെന്റ് പ്രകാരം, അതായത് പൈലറ്റ് യാത്രക്കാരെ അറിയിച്ചിരുന്നത് റഡാറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ അടിയന്തര ലാൻഡിംഗിലേക്ക് കടന്നതെന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ എയർ സ്പേസിൽ ഏതാണ്ട് 1 മണിക്കൂറോളം പറന്നതിന് ശേഷമാണ് പിന്നീട് ലാൻഡിംഗ് ചെയ്തത്. അതായത് ഈ ടേക്ക് ഓഫിന്റെ സമയത്ത് പൂർണ്ണമായ ഈ ഇന്ധനം വിമാനത്തിലുണ്ടായിരുന്നു. അത് പകുതിയോളം അത് കത്തിച്ചു കളയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ 1 മണിക്കൂറോളം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ ഈ വിമാനം പറന്നിരുന്നത്. തുടർന്നാണ് ഈ വിമാനം അല്പസമയം മുമ്പ് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഇതിന്റെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. ഈ വിമാനത്തിന് ഉള്ള സാങ്കേതിക തകരാറാണോ അതോ ഈ എയർ ട്രാഫിക് കൺട്രോളിനുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകളാണോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. പക്ഷേ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നിരവധി VVIPകൾ ഈ വിമാനത്തിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ശശി തരൂരുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം ഈ സംഭവത്തെ കണ്ടിരുന്നത്. നിലവിൽ വിമാനം ലാൻഡ് ചെയ്തു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റു ബാലഗോപാൽ തുടരുക. ഞാനിപ്പോൾ അമൽ തേനംപറമ്പിലേക്ക് കൂടി പോവുകയാണ്. അമൽ, ഈ ടേക്ക് ഓഫിനും സമയം വൈകി എന്ന് പറയുന്നുണ്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ. അതുപോലെ തന്നെ 1 മണിക്കൂറോളം ചെന്നൈ വിമാനത്താവളത്തിന്റെ മുകളിൽ പറന്നതിന് ശേഷമാണ് ലാൻഡ് ചെയ്തതെന്ന് പറയുന്നു. എന്തായാലും കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉൾപ്പെടെയുള്ള യാത്രികർ സുരക്ഷിതരാണ് എന്നറിയുന്നത് ആശ്വാസകരമായ കാര്യമല്ലേ? സന്ധ്യ, ഈ വിമാനത്തിലുള്ള കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. കൊടിക്കുന്നിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്നും വിമാനം പുറപ്പെട്ട് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിമാനത്തിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. ചില സാങ്കേതിക തകരാറുണ്ട്, റഡാറുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതിനാൽ അടിയന്തര ലാൻഡിംഗ് വേണമെന്നുള്ള ഒരു വിവരം യാത്രക്കാരെ അറിയിച്ചു. അതിനുശേഷം ബാലു പറഞ്ഞതുപോലെ 1 മണിക്കൂർ നേരം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിലൂടെ പറന്നതിന് ശേഷമാണ് ഈ വിമാനം അവിടെ ഇറക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്തായാലും ആശങ്കകൾക്ക് പരിഹാരമായിട്ടുണ്ട്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് കൊടിക്കുന്നിൽ പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 4 എംപിമാർ വിമാനത്തിലുണ്ടായിരുന്നു. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ രാധാകൃഷ്ണൻ എന്നിവരായിരുന്നു കേരളത്തിൽ നിന്നുള്ള എംപിമാർ. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എംപിയും ആ വിമാനത്തിലുണ്ടായിരുന്നു. തിരുനെൽവേലിയിലെ എംപിയാണ്. ഈ ഇത്രയും എംപിമാർ മാത്രം 5 എംപിമാർ വിമാനത്തിലുണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി വിമാനത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്നും വിമാനം പുറപ്പെട്ട് നേരെ ഡൽഹിക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ യാത്രാ മധ്യയാണ് ഈ പ്രശ്നമുണ്ടാകുന്നതും അടിയന്തര ലാൻഡിംഗ് വേണ്ടിവരികയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 12:30 ഈ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിക്ക് പോകും എന്നുള്ളതാണ്. സാങ്കേതിക തകരാർ പരിഹരിച്ചു എന്നൊരു വിവരമാണ് ഇപ്പോൾ യാത്രക്കാരെ വിമാന അധികൃതർ അറിയിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട വിമാനമാണ് എയർ ഇന്ത്യ 2455 എന്ന വിമാനമാണ് അടിയന്തരമായി ചെന്നൈയിൽ ലാൻഡ് ചെയ്തത്. റഡാറുമായി ബന്ധപ്പെട്ടുള്ള തകരാറിനെ തുടർന്നാണ് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ രാധാകൃഷ്ണൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള MP റോബർട്ട് ബ്രൂസ് എന്നിവർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. യാത്രികൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കൊടിക്കുന്നിൽ സുരേഷ് MP നമ്മുടെ റിപ്പോർട്ടർ അമൽ തേനംപറമ്പിലുമായി സംസാരിച്ചപ്പോഴും ഇതേ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്.